കേരളത്തിൽ വരുന്ന 5 ദിവസം അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ 8 ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരത്ത് 7-ാം തീയതി വരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കും. തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്ക് 2 ടേം വ്യവസ്ഥയിൽ ഇളവു നൽകാൻ CPIM-ൽ ആലോചന. നിലവിലെ MLA-മാരെ മാറ്റിയാൽ കൈവിട്ടു പോകുമെന്ന് വിലയിരുത്തുന്ന മണ്ഡലങ്ങളിലാണ് ടേം വ്യവസ്ഥ മാറ്റിവെക്കാൻ പാർട്ടി ആലോചിക്കുന്നത്. അതേസമയം പെർഫോമൻസ് മോശമുള്ളവരെ 2 ടേം തികച്ചില്ലെങ്കിലും മാറ്റുമെന്നും റിപ്പോർട്ടുകൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളിലെന്ന് തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസിന്റെ പരാതികൾ ശരിവെച്ച് അന്വേഷണ സമിതി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. ചികിത്സാ ഉപകരണങ്ങൾ എത്തിക്കുന്നതിൽ കാലതാമസമുണ്ടെന്നും രോഗികൾ പിരിവിട്ട് ഉപകരണങ്ങൾ വാങ്ങേണ്ടി വരുന്നെന്നും റിപ്പോർട്ടിലുണ്ട്. ഉപകരണങ്ങൾക്ക് വേണ്ടി 3 മാസത്തെ വരെ കാത്തിരിപ്പുണ്ടായി എന്നും ഡോക്ടർ ഹാരിസ് സമയബന്ധിതമായി അപേക്ഷ നൽകിയെങ്കിലും അനുമതി ലഭിക്കുന്നതിന് 6 മാസം വരെ വൈകിയെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ പേരിൽ അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടികൾ സ്വീകരിക്കാനുള്ള ആരോഗ്യ വകുപ്പിന്റെ നീക്കത്തെ ശക്തമായി ചെറുക്കുമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. ഇത്തരം പ്രതികാര നടപടികൾ നിസ്വാർത്ഥമായി ജനസേവനം നടത്തുന്ന മുഴുവൻ ആരോഗ്യ പ്രവർത്തകരുടെയും ആത്മവീര്യത്തെ തന്നെ തകർക്കുമെന്നും IMA പ്രതികരിച്ചു. ഛത്തീസ്ഗഡിലെ ദുർഗിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി പെൺകുട്ടികളിൽ ഒരാൾ. കന്യാസ്ത്രീകൾക്കെതിരെ പോലീസ് ബലമായി മൊഴി ഒപ്പിട്ടുവാങ്ങിയെന്ന് കന്യാസ്ത്രീകൾക്കൊപ്പമുണ്ടായിരുന്ന പെൺകുട്ടി കമലേശ്വരി പ്രധാൻ വെളിപ്പെടുത്തി. ആരുടെയും നിർബന്ധപ്രകാരമല്ല ആഗ്രയിലേക്ക് പോകാൻ ഇറങ്ങിയതെന്നും പെൺകുട്ടി പ്രതികരിച്ചു. താനും സുഹൃത്തുക്കളും ആത്മഹത്യയുടെ വക്കിലാണെന്നും പെൺകുട്ടി കൂട്ടിച്ചേർത്തു. അതേസമയം തങ്ങളുടെ അനുവാദത്തോടെയാണ് മകൾ കന്യാസ്ത്രീകൾക്കൊപ്പം പോയതെന്ന് കമലേശ്വരി പ്രധാന്റെ അമ്മ ബുദ്ധിയ പ്രധാനും പറഞ്ഞു. കന്യാസ്ത്രീകൾ അറസ്റ്റിലായതിനു ശേഷം കുടുംബത്തിൽ ബജറംഗ് ദൾ പ്രവർത്തകരുടെ ഭീഷണിയുണ്ടായെന്നും ഇവർ പറഞ്ഞു. കന്യാസ്ത്രീ മോചനത്തിൽ സംസ്ഥാന BJP നേതൃത്വത്തിനെതിരെ സ്വാമി ചിദാനന്ദപുരി. നമുക്കിനി പോലീസും വേണ്ട, കോടതിയും വേണ്ടെന്നും കുറ്റവാളി ആരെന്നും അല്ലെന്നും വോട്ട് പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയക്കാർ തീരുമാനിക്കുമെന്നും സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത് BJP നേട്ടമായി കാണുമ്പോൾ സംഘപരിവാർ വിഭാഗങ്ങളിൽ അതൃപ്തി തുടരുകയാണ്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുന്നതിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് ഹിന്ദു ഐക്യവേദി. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇടപെടൽ നടത്തിയെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടെന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു പറഞ്ഞു. തലശ്ശേരി ബിഷപ്പ് ജോസഫ് പാംബ്ലാനിയുടെ പ്രതികരണം തള്ളി ഇരിങ്ങാലക്കുട രൂപത അധ്യക്ഷൻ. കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഇടയലേഖനത്തിൽ മെത്രാൻ നിലപാട് വ്യക്തമാക്കിയതാണെന്ന് ബിഷപ്പ് മാർ പോളി കണ്ണുകുടാൻ പ്രതികരിച്ചു. കന്യാസ്ത്രീകൾക്കെതിരായ കുറ്റപ്പെട്ട റദ്ദാക്കുകയും കേസ് പിൻവലിക്കുകയും ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കന്യാസ്ത്രീകളെ കുടുക്കിയ കേസിൽ മതപരിവർത്തനം നിലനിൽക്കില്ലെന്ന് മനസ്സിലായപ്പോഴാണ് മനുഷ്യക്കടത്ത് ചേർത്തതെന്ന് ASI പ്രൊവിൻഷ്യൽ സിസ്റ്റർ നിത്യ ഫ്രാൻസിസ് പറഞ്ഞു. കന്യാസ്ത്രീകൾക്കെതിരെ മതപരിവർത്തന കുറ്റമാണ് ആദ്യം ആരോപിച്ചത്. എന്നാൽ പെൺകുട്ടികൾ ക്രിസ്ത്യാനികളാണെന്ന് ബോധ്യപ്പെട്ടതോടെ മനുഷ്യക്കടത്ത് ചുമത്തുകയായിരുന്നുവെന്നും അവർ പറഞ്ഞു. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ രജിസ്ട്രാർ ഇൻ ചാർജ് മിനി കാപ്പന്റെ സർക്കുലർ. സർവകലാശാലയുടെ ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ അധികാരമില്ലെന്നും വൈസ് ചാൻസലർ വിളിക്കുന്നതോ അധികാരപ്പെടുത്തുന്നതോ ആയ യോഗത്തിനു മാത്രമേ അതിന് അധികാരമുള്ളൂ എന്നെല്ലാം സർക്കുലറിലുണ്ട്. എന്നാൽ സർക്കുലർ നിയമവിരുദ്ധമാണെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതികരിച്ചു. താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണറും സർക്കാരും തമ്മിലുള്ള പോർ തുടരുന്നതിനിടയിൽ രാജ്ഭവനിലെത്തി മന്ത്രിമാർ P രാജീവും R ബിന്ദുവുമാണ് ഇന്നലെ രാവിലെ രാജ്ഭവനിൽ എത്തിയത്. VC നിയമനത്തിൽ സമവായം വേണമെന്ന് ഗവർണറോട് മന്ത്രിമാർ ആവശ്യപ്പെട്ടു. അതിരുവിടുന്ന നേതാക്കൾക്ക് മുന്നറിയിപ്പുമായി KC വേണുഗോപാൽ MP. അണികളല്ല നേതാക്കളാണ് പ്രശ്നമെന്നും വിമർശനം പാർട്ടി ഫോറത്തിൽ മാത്രം മതിയെന്നും മാധ്യമങ്ങൾക്ക് മുൻപിൽ കലക്കിയാൽ അത്തരംകാരെ കോൺഗ്രസിന് വേണ്ടെന്നുമാണ് KC വ്യക്തമാക്കിയത്. പുനർസംഘടനയുടെ ഏക മാനദണ്ഡം വോട്ടർമാർ പട്ടികയിൽ പേരു ചേർത്തവരാണോ എന്നത് മാത്രമായിരിക്കുമെന്നും മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ ചോർത്തി നൽകുന്നവരെക്കുറിച്ച് AICCയോട് പറയണമെന്നും KC വേണുഗോപാൽ പറഞ്ഞു.
പോലീസിനെ കാവൽ നിർത്തി കൊടും കുറ്റവാളികളുടെ വിലസൽ. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനിയും സംഘവും മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. തലശ്ശേരിയിലെ ഹോട്ടലിന്റെ മുറ്റത്ത് വെച്ചായിരുന്നു പരസ്യമദ്യപാനം. കോടതിയിൽ നിന്ന് മടങ്ങുമ്പോഴാണ് കുറ്റവാളികൾക്ക് മദ്യവുമായി സുഹൃത്തുക്കൾ എത്തിയത്. സംഘത്തിൽ TP കേസിലെ പോരാളികളായ മുഹമ്മദ് ഷാഫയും ഷിനോജും ഉണ്ടായിരുന്നു. സംഭവം പുറത്തുവന്നതോടെ പോലീസുകാർക്കെതിരെയാണ് നടപടിയെടുക്കുകയായിരുന്നു. ഫിലിം കോൺക്ലേവ് സമാപന ചടങ്ങിൽ പട്ടികജാതി വിഭാഗത്തിനും സ്ത്രീകൾക്കുമെതിരെ അധിക്ഷേപ പരാമർശവുമായി അടൂർ ഗോപാലകൃഷ്ണൻ. പട്ടികജാതിയിൽ നിന്നും സിനിമയെടുക്കാൻ വരുന്നവർക്ക് പരിശീലനം നൽകണമെന്നായിരുന്നു അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശം. ചലച്ചിത്ര കോർപ്പറേഷൻ വെറുതെ പണം നൽകരുതെന്നും 1.5 കോടി നൽകിയത് വളരെ കൂടുതലാണെന്നും സ്ത്രീകളായതുകൊണ്ട് മാത്രം അവസരം കൊടുക്കരുതെന്നും പലരും ചെയ്തത് നിലവാരമില്ലാത്ത സിനിമകളാണെന്നും അടൂർ പറഞ്ഞു. സിനിമ കോൺക്ലേവിന്റെ സമാപന പരിപാടിയിൽ പട്ടികജാതിയിൽപ്പെട്ട സിനിമാ പ്രവർത്തകരെ അധിക്ഷേപിച്ച സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനും മറുപടിയുമായി സജി ചെറിയാൻ. പട്ടികജാതിക്കാർ സർക്കാരിന്റെ ധനസഹായത്തോടെ നിർമ്മിച്ചത് മികച്ച സിനിമകളാണെന്നും കഴിവും കഥയും പരിശോധിച്ചാണ് സിനിമ നിർമ്മിക്കാൻ പണം അനുവദിച്ചതെന്നും 1.5 കോടിക്കൊന്നും ഇപ്പോൾ സിനിമ നിർമ്മിക്കാൻ കഴിയില്ലെന്നും സജി ചെറിയാൻ പറഞ്ഞു. പിന്നോക്കക്കാർക്കും പട്ടികജാതിക്കാർക്കും ട്രാൻസ്ജെൻഡർമാർക്കും സമൂഹത്തിന്റെ പിന്നിൽ നിൽക്കുന്നവർക്കും സിനിമയുടെ മുൻനിരയിലേക്ക് വരാനുള്ള സഹായം സർക്കാരിൽ നിന്നുണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. തലമുറകളുടെ ഗുരുനാഥന് യാത്രമൊഴി ചൊല്ലി മലയാളം. ശനിയാഴ്ച അന്തരിച്ച എഴുത്തുകാരനും അധ്യാപകനും സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകനുമായ MK സാനുവിന്റെ സംസ്കാരം എറണാകുളം രവിപുരം ശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖർ പ്രിയ ഗുരുനാഥന് വിട നൽകാനെത്തി. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. കേരള സ്റ്റോറി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ദി കേരള സ്റ്റോറി സിനിമയുടെ സംവിധായകൻ സുദീപ് തോസൻ. മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം മുസ്ലിം വോട്ട് ബാങ്കാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ദി കേരള സ്റ്റോറി സിനിമയ്ക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ അംഗീകാരം ലഭിച്ചതിൽ പിണറായി വിജയൻ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. ഇതിനെതിരെയാണ് സിനിമയുടെ സംവിധായകൻ സുദീപ് തോസൻ പ്രതികരിച്ചത്. ദേശീയ ചലച്ചിത്ര അവാർഡിന്റെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്തിക്കൊണ്ട് വ്യാജകഥയ്ക്ക് 2 പുരസ്കാരങ്ങൾ നൽകിയെന്നും എന്തൊരു നാണക്കേടാണിതെന്നും നടി രഞ്ജിനി. സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു നടിയുടെ പ്രതികരണം. ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ മികവിന് നൽകുന്ന കലാപരവും സാങ്കേതികവുമായ മികവിനുള്ള പരമോന്നത പുരസ്കാരത്തിന്റെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്തിക്കൊണ്ട് വ്യാജകഥയ്ക്ക് 2 ദേശീയ ചലച്ചിത്ര അവാർഡുകൾ കൊടുത്തിരിക്കുന്നുവെന്നും എന്തൊരു നാണക്കേടാണിത് എന്നായിരുന്നു രഞ്ജിനി കുറിച്ചത്. PK ഫിറോസിന്റെ സഹോദരൻ PK ബുജേർ ലഹരി കേസിൽ അറസ്റ്റിലായ സാഹചര്യത്തിൽ PK ഫിറോസ് യൂത്ത് ലീഗ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് മാതൃക കാണിക്കുമോ എന്ന് ബിനീഷ് കൊടിയേരി. കേസിൽ PK ഫിറോസിന്റെ പങ്കും അന്വേഷിക്കണമെന്നും PK ബുജേറിന് കിട്ടുന്ന സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്നും ബിനീഷ് കൊടിയേരി ആവശ്യപ്പെട്ടു. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് സഹോദരൻ PK ബുജേറിനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതികരണവുമായി യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസ്. സഹോദരന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കേസിൽ ഇടപെടില്ലെന്നും തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്നും PK ഫിറോസ് പറഞ്ഞു. അതേസമയം പോലീസ് പിടികൂടിയ റിയാസ് CPM പ്രവർത്തകനാണെന്നും ഇയാളെ പ്രാദേശിക നേതാക്കൾ ഇറക്കി കൊണ്ടുപോയെന്നും PK ഫിറോസ് ആരോപിച്ചു. കണ്ണൂർ സെൻട്രൽ ജയിലിലെ 1-ാം ബ്ലോക്കിൽ നിന്ന് മൊബൈൽ ഫോൺ കണ്ടെത്തി. ബ്ലോക്കിന് സമീപത്തായി കല്ലിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മൊബൈൽ ഫോൺ കണ്ടെടുത്തത്. സംഭവത്തിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു. മകന്റെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് പണം കണ്ടെത്താനാകാത്ത മനോവിഷമത്തിൽ അത്തിക്കയം നാറാണം മൂഴിയിൽ കൃഷിവകുപ്പ് ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തെന്ന് റിപ്പോർട്ടുകൾ. റാണി അത്തിക്കയം വടക്കേ ചെരുവിൽ ഷിജോ VT 47 ആണ് മരിച്ചത്. മകന്റെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് പണം കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലായിരുന്നു ഷിജോ. എയ്ഡഡ് സ്കൂളിൽ അധ്യാപികയായ ഭാര്യയുടെ ശമ്പളം 12 വർഷമായി ലഭിക്കാതിരുന്നു. ശമ്പളം നൽകാൻ നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. DEO ഓഫീസിൽ നിന്ന് തുടർ നടപടി ഉണ്ടായില്ലെന്ന് ഷിജോയുടെ പിതാവ് ത്യാഗരാജൻ ആരോപിച്ചു. ഭാര്യയുടെ മുടങ്ങിക്കിടക്കുന്ന ശമ്പളം കൂടി ലഭിച്ചാൽ ഇതിന് പണം കണ്ടെത്താമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. അതുകൂടി ഇല്ലാതായതോടെയാണ് ആത്മഹത്യയെന്നും ത്യാഗരാജൻ പറഞ്ഞു. വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ BJP മണ്ഡലം പ്രസിഡന്റിനെതിരെ കേസെടുത്തു പോലീസ്. കണ്ണൂർ പെരിങ്ങോം മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കുമാർ കൊട്ടാരത്തിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം കേസിന് പിന്നാലെ സന്തോഷ് കുമാർ ഒളിവിലാണെന്ന് പോലീസ് പറയുന്നു. ഇയാൾക്കായി പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. ശ്രീകൃഷ്ണപുരം സെയിന്റ് ഡൊമിനിക് സ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനി ആഷീർ നദ്ദയുടെ ആത്മഹത്യവുമായി ബന്ധപ്പെട്ട് മുൻ പ്രിൻസിപ്പൽ ഉൾപ്പെടെ 3 പേർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്ന് അച്ഛൻ പ്രശാന്ത്. പ്രിൻസിപ്പൽ ജോയ്സി, അധ്യാപകരായ സ്റ്റെല്ല ബാബു, അർച്ചന എന്നിവർക്കെതിരെയാണ് കഴിഞ്ഞ ദിവസം കേസെടുത്തത്. മൂന്നാറിൽ തെരുവു നായ്ക്കളെ കൂട്ടത്തോടെ പിടികൂടി കൊന്നെന്ന പരാതിയിൽ മൂന്നാർ പഞ്ചായത്തിനെതിരെ പോലീസ് നടപടി. ഇടുക്കി അനിമൽ റെസ്ക്യൂ ടീം നൽകിയ പരാതിയിൽ മൂന്നാർ പോലീസ് കേസെടുത്തു.
മൂന്നാർ പഞ്ചായത്തിന്റെ വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിൽ തെരുവുനായ്ക്കളെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ സഹിതമായിരുന്നു ഇടുക്കി അനിമൽ റെസ്ക്യൂ ടീം പരാതി നൽകിയത്. ഉത്തർപ്രദേശിലെ ഗോണ്ടയിൽ കാർ കനാലിലേക്ക് മറിഞ്ഞ 11 മരണം, 4 പേർക്ക് പരിക്കേറ്റു. ക്ഷേത്രദർശനത്തിന് പോയവരാണ് അപകടത്തിൽപ്പെട്ടത്. കനത്ത മഴയിൽ അമിത വേഗതയിലെത്തിയ കാർ നിയന്ത്രണം വിറ്റ കനാലിലേക്ക് മറിഞ്ഞിരിക്കുന്നു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ഉത്തർപ്രദേശ് സർക്കാർ 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. ഛത്തീസ്ഗഡിൽ തെരുവുനായ നക്കിയ ഭക്ഷണം കുട്ടികൾക്ക് നൽകിയതിനെ തുടർന്ന് 78 വിദ്യാർത്ഥികൾക്ക് ആന്റി റാബിസ് വാക്സിൻ നൽകി. ബലോദ ബസാർ ജില്ലയിലെ സർക്കാർ സ്കൂളിലാണ് കഴിഞ്ഞ ജൂലൈ 29-ാം തീയതി സംഭവമുണ്ടായത്. നായ ഉച്ചഭക്ഷണത്തിനൊപ്പമുള്ള കറിയിൽ നക്കിയ വിവരം വിദ്യാർത്ഥികൾ അധ്യാപകരെ അറിയിച്ചിരുന്നു. അധ്യാപകർ മുന്നറിയിപ്പ് നൽകിയിട്ടും ഇത് അവഗണിച്ച് പാചകത്തൊഴിലാളികൾ നായ നക്കിയ ഭക്ഷണം വിദ്യാർത്ഥികൾക്ക് നൽകിയെന്ന് വിവരം. ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ട പാക് ഭീകരന്റെ സംസ്കാരത്തിനിടെ സംഘർഷം. പാക് അധിനിവേശ് കശ്മീർ സ്വദേശിയും ലഷ്കർ ഭീകരനുമായ താഹിർ ഹബീബിന്റെ സംസ്കാര ചടങ്ങിൽ ലഷ്കർ കമാൻഡർ റിസ്വാൻ ഹനീഫ് പങ്കെടുത്തതാണ് കാരണം. ലഷ്കർ കമാൻഡർ റിസ്വാൻ ഹനീഫ് പങ്കെടുക്കുന്നതിനെ നാട്ടുകാരും ബന്ധുക്കളും എതിർത്തു. ഭീകരനൊപ്പം ഉണ്ടായിരുന്നവർ നാട്ടുകാർക്ക് നേരെ തോക്ക് ചൂണ്ടിയതായും റിപ്പോർട്ടുണ്ട്. വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റിനെ വാനോലം പുകഴ്ത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ന്യൂസ് മാക്സ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറിയെ പ്രശംസിച്ചത്. എന്നാൽ ഇത് സാമൂഹിക മാധ്യമങ്ങളിൽ വിവാദമായി. കരോലിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ട്രംപ് ഉപയോഗിച്ച ഭാഷ തീർത്തും അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. യുക്രൈൻ ആക്രമണത്തെ തുടർന്ന് റഷ്യയിലെ എണ്ണ സംഭരണശാലയിൽ വൻ തീപിടുത്തം. സോച്ചിയിലെ എണ്ണ സംഭരണശാലയിലാണ് തീപിടുത്തമുണ്ടായിരിക്കുന്നത്. യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തെ തുടർന്നാണ് തീപിടുത്തമുണ്ടായതെന്നും തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും റീജിയണൽ ഗവർണർ വെന്യാമിൻ കോൺറാത്തിയും ഇന്നലെ പറഞ്ഞു. ഓവൽ ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക് ഇന്ത്യ ഉയർത്തിയ 374 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഇംഗ്ലണ്ട് മഴ കാരണം 4ാം ദിവസത്തെ കളി അവസാനിപ്പിക്കുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 339 റൺസ് എന്ന നിലയിലാണ്. 4 വിക്കറ്റ് മാത്രം ശേഷിക്കെ ജയത്തിലേക്ക് അവർക്കിനി 35 റൺസ് കൂടി വേണം. 1 വിക്കറ്റ് നഷ്ടത്തിൽ 50 റൺസ് എന്ന നിലയിൽ 4ാം ദിവസം ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിനെ 111 റൺസ് എടുത്ത ഹാരി ബ്രൂക്കിന്റെയും 105 റൺസ് എടുത്ത ജോ റൂട്ടിന്റെയും ഇന്നിംഗ്സുകളാണ് മികച്ച നിലയിലെത്തിച്ചത്. എന്നാൽ ഇരുവരെയും പുറത്താക്കി ഇംഗ്ലണ്ടിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. പരുക്കേറ്റ ക്രിസ് വോക്സ് ബാറ്റ് ചെയ്തില്ലെങ്കിൽ 3 വിക്കറ്റ് വീണാലും കഴി ഇന്ത്യക്ക് അനുകൂലമാവും. അംഗീകാരം നൽകി ഇറാനിലെ ഉന്നത സുരക്ഷാ സമിതി. ഇസ്രയേലുമായി ഇക്കഴിഞ്ഞ ജൂണിൽ നടന്ന വ്യോമയുദ്ധത്തിനു ശേഷമാണ് പുതിയ നീക്കം. ഇറാഖുമായി 1980കളിൽ നടന്ന യുദ്ധത്തിനു ശേഷം ഇറാൻ നേരിട്ട ഏറ്റവും വലിയ സൈനിക വെല്ലുവിളിയായിരുന്നു ഇസ്രയേലുമായി നടന്ന വ്യോമയുദ്ധം. ഇസ്രയേലിൽ നിന്നുള്ള ഭീഷണികൾ നിലനിൽക്കുന്നുണ്ടെന്നും അവ കുറച്ചു കാണരുതെന്നും ഇറാൻ സൈനിക മേധാവി അമീർ ഹദാമി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷിഷ്കിയാൻ ഡിഫൻസ് കൗൺസിലിന് അധ്യക്ഷത വഹിക്കും. 3 സർക്കാർ ശാഖകളുടെ തലവന്മാർ, മുതിർന്ന സായുധ സേനാ കമാൻഡർമാർ, ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾ എന്നിവരും ഇതിൽ ഉൾപ്പെടുന്നു. പ്രതിരോധ പദ്ധതികൾ അവലോകനം ചെയ്യുക, ഇറാനിലെ സായുധ സേനയുടെ കഴിവുകൾ കേന്ദ്രീകൃതമായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളായിരിക്കും നാഷണൽ ഡിഫൻസ് കൗൺസിൽ ലക്ഷ്യം വയ്ക്കുക. പൂനെ ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് ഓഫീസിനു മുന്നിലെ നടപ്പാതയിൽ കിടന്നുറങ്ങി പ്രതിഷേധിച്ച ജീവനക്കാരന്റെ ചിത്രം സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നു. സ്ലീപ്പിംഗ് ബാഗിനുള്ളിൽ കിടന്നുറങ്ങുകയാണിയാൾ. ഇയാളുടെ പേര് വിവരങ്ങൾ ലഭ്യമല്ല. ദുരവസ്ഥ വിവരിച്ചുകൊണ്ടുള്ള കത്ത് ജീവനക്കാരൻ സമീപത്തായി വച്ചിട്ടുണ്ട്. ശമ്പളം ലഭിക്കാത്തതിനാൽ ജൂലൈ 29 മുതൽ ഓഫീസിന് പുറത്തുറങ്ങാൻ നിർബന്ധിതനാവുകയായിരുന്നുവെന്നാണ് കത്തിൽ എഴുതിയിട്ടുള്ളത്. നിലവിൽ ജീവിക്കാൻ കയ്യിൽ 1 രൂപ പോലും ഇല്ലെന്നും കത്തിൽ പറയുന്നു. കമ്പനിയുടെ HR വിഭാഗവുമായി താൻ സംസാരിച്ചെങ്കിലും പ്രതികരണമൊന്നും ഉണ്ടായില്ല എന്നും ആരോപണമുണ്ട്. കത്തിലെ മറ്റു വിവരങ്ങൾ ലഭ്യമല്ല. ജീവനക്കാരന്റെ ചിത്രം സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. നിരവധി പേരാണ് ഇയാളെ പിന്തുണച്ച് രംഗത്തെത്തുന്നത്. കമ്പനിക്കെതിരെ നിയമപരമായ നീങ്ങണമെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. ഇത്തരം വിഷയങ്ങളിൽ തൊഴിൽ മന്ത്രാലയം ഇടപെടേണ്ടതിന്റെ ആവശ്യകതയും ചിലർ ചൂണ്ടിക്കാട്ടി. പത്തനംതിട്ട മൈലപ്രയിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. റാന്നി പെരുന്നാട് മാടമൺ സ്വദേശി നന്ദുമോഹനൻ 500 ആണ് മരിച്ചത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ഞായർ രാത്രി 7:30-നായിരുന്നു അപകടം. ഫാം ഹൌസിൽ നടത്തിയ പരിശോധനയിൽ മയക്കുമരുന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 6 IT ജീവനക്കാർ അറസ്റ്റിൽ. രംഗറെഡ്ഡി ജില്ലയിലാണ് സംഭവം. സഹപ്രവർത്തകന്റെ പിറന്നാൾ ആഘോഷത്തിനാണ് യുവാക്കൾ ഫാം ഹൌസ് ബുക്ക് ചെയ്തത്.
ആഘോഷവേളയിൽ സംഘം ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പോലീസിന്റെ പരിശോധന. LSD, ഹാഷിഷ് എന്നിവ ഉൾപ്പെടെ 2 ലക്ഷം രൂപ വിലമതിക്കുന്ന മയക്കുമരുന്നുകളും 3 ആഡംബര കാറുകളും പിടിച്ചെടുത്തു. അറസ്റ്റിലായവർ ലഹരി ഉപയോഗിച്ചതായി പരിശോധനയിൽ കണ്ടെത്തി. പാർട്ടിയിൽ പങ്കെടുത്ത 2 പേരെ പോലീസിന് പിടികൂടാനായില്ല. ഇവർക്കായുള്ള അന്വേഷണം തുടരുകയാണ്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ ഫാം ഹൗസ് വിട്ടുകൊടുത്തതിന് മാനേജർക്കെതിരെയും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഈഗോ മാറ്റിവെച്ച് സാധാരണ പാർട്ടി പ്രവർത്തകരായി പ്രവർത്തിക്കണമെന്ന് ശിവസേന ഭാരവാഹികളോട് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ. പാൽഘർ ജില്ലയിലെ മാനറിൽ സംസാരിക്കുകയായിരുന്നു ഏകനാഥ് ഷിൻഡെ. മഹാരാഷ്ട്രയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്കായി പ്രാഥമിക പ്രവർത്തനങ്ങൾ തുടങ്ങാനും ഷിൻഡെ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി. പടിപടിയായി ഉയർന്നുവന്ന് മുഖ്യമന്ത്രി പദം വരെ ഞാൻ വഹിച്ചു. എന്നാൽ ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനായിട്ടാണ് ഞാൻ സ്വയം കണക്കാക്കുന്നത്. നിങ്ങളുടെ പദവി എന്തു തന്നെയായാലും ഒരു പാർട്ടി പ്രവർത്തകനായി ജനങ്ങളിലേക്ക് ചെല്ലുക. ഒരു പാർട്ടി പ്രവർത്തകന്റെ ജീവിതം സത്യസന്ധമായി നടക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും തടസ്സങ്ങൾ നേരിടേണ്ടി വരില്ല എന്നും ഷിൻഡെ പറഞ്ഞു. ശുചിമുറിയുടെ വാതിൽ പൊട്ടിയതിനെക്കുറിച്ചും വെള്ളത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചും പറയാൻ ഞാൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ജനങ്ങൾ നിരന്തരം വിളിക്കുമായിരുന്നു. സ്ഥലത്തെ MLAക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ആ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കുമായിരുന്നു. ജനങ്ങളോട് വിശ്വസ്തരായിരിക്കുക, മറ്റെല്ലാം നിങ്ങളെ പിന്തുടർന്നുകൊള്ളും എന്നും ഷിൻഡെ പ്രവർത്തകരോട് പറഞ്ഞു. വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലിവിറ്റിനെ വാനോളം പുകഴ്ത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതുവരെയുള്ളവരിൽ ഏറ്റവും മികച്ച സെക്രട്ടറിയാണ് കരോളിൻ എന്നായിരുന്നു ട്രംപിന്റെ വിശേഷണം. ന്യൂസ് മാക്സ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് പ്രസ് സെക്രട്ടറിയെ പ്രശംസിച്ചത്. ഡൊണാൾഡ് ട്രംപ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം അർഹിക്കുന്നുണ്ടെന്ന് കരോളിൻ ലിവിറ്റ് അവകാശപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ച് അഭിമുഖത്തിൽ പ്രതികരിക്കവെയാണ് ട്രംപ് കരോളിനെക്കുറിച്ച് വാചാലനായത്. അവൾ ഒരു താരമായി മാറിയിരിക്കുന്നു. ആ മുഖം, ആ ബുദ്ധി, ആ ചുണ്ടുകൾ, അത് നീങ്ങുന്ന രീതി, അതിന്റെ അനക്കം കാണുമ്പോൾ അവൾ ഒരു മെഷീൻ ഗണ്ണ് പോലെയാണ്. അവൾ ഒരു മികച്ച വ്യക്തിയാണ്. കരോളിനേക്കാൾ മികച്ച ഒരു പ്രസ് സെക്രട്ടറിയെ ഇതുവരെ ആർക്കും ലഭിച്ചിട്ടില്ലെന്നാണ് ഞാൻ കരുതുന്നത്. അവൾ അതിശയിപ്പിക്കുന്ന വ്യക്തിത്വമാണ്, ട്രംപ് പറഞ്ഞു. കരോളിനെക്കുറിച്ച് ട്രംപ് നടത്തിയ പരാമർശങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ട്രംപിന്റെ ഭാഷാപ്രയോഗങ്ങൾ തികച്ചും അസ്വസ്ഥതയുണ്ടാക്കുന്നതും നാണം കെടുത്തുന്നതുമാണെന്ന് വിമർശനവും ഉയർന്നു. ഒട്ടും പ്രൊഫഷണൽ അല്ലാതെയാണ് ട്രംപ് അഭിമുഖത്തിൽ സംസാരിച്ചതെന്നും ചിലർ പ്രതികരിച്ചു. മന്ത്രവാദം പ്രാക്ടീസ് ചെയ്യുന്നു എന്ന സംശയത്തെ തുടർന്ന് 35 വയസ്സുകാരനെ ഗ്രാമവാസികൾ അതിക്രൂരമായി കൊലപ്പെടുത്തി. ഒഡീഷയിലെ ഗജപതി ജില്ലയിലെ മത്സപദർ ഗ്രാമത്തിൽ ശനിയാഴ്ച രാത്രിയാണ് സംഭവം. ഗോപാൽ എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത്. യുവാവിന്റെ സ്വകാര്യ ഭാഗം മുറിച്ചെടുത്തതിന് പിന്നാലെ സമീപ പ്രദേശത്തെ ഹരാഭാംഗി ഡാമിൽ മൃതദേഹം മറവു ചെയ്യുകയായിരുന്നു. ഇന്നു രാവിലെയാണ് പോലീസ് മൃതദേഹം റിസർവോയറിൽ നിന്നും കണ്ടെടുത്തത്. യുവാവ് മന്ത്രവാദം പ്രാക്ടീസ് ചെയ്യുന്നു എന്ന സംശയത്തെ തുടർന്നാണ് അതിക്രൂര കൊലപാതകമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. 2 ആഴ്ച മുൻപ് ഗ്രാമത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിരുന്നു. യുവാവിന്റെ ബ്ലാക്ക് മാജിക് മൂലമാണിതെന്നായിരുന്നു ഗ്രാമവാസികളുടെ വിശ്വാസം. ഗ്രാമവാസികളുടെ ആക്രമണം ഭയച്ച് യുവാവ് കുടുംബത്തോടൊപ്പം സ്ഥലം വിട്ടിരുന്നു. എന്നാൽ ശനിയാഴ്ച തന്റെ വളർത്തുമൃഗങ്ങളെ കൂടെ കൊണ്ടുപോകാനായി ഗ്രാമത്തിലെത്തിയതായിരുന്നു യുവാവ്. ഇതിനിടെയാണ് ആക്രമണം നടന്നത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി അയച്ചു. അന്വേഷണത്തിന്റെ ഭാഗമായി 14 ഗ്രാമവാസികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ തന്റെ പേരിലെന്ന RJD നേതാവ് തേജസ്വി യാദവിന്റെ ആരോപണം തള്ളിയതിനു പിന്നാലെ ചോദ്യവുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തന്റെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ലെന്ന് പറഞ്ഞ് പട്നയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തേജസ്വി ഉയർത്തിക്കാണിച്ച തിരിച്ചറിയൽ കാർഡിന്റെ വിവരങ്ങൾ കമ്മീഷൻ ആവശ്യപ്പെട്ടു. തേജസ്വി ഉയർത്തിക്കാണിച്ച തിരിച്ചറിയൽ കാർഡ് ഔദ്യോഗികമായി അനുവദിക്കപ്പെട്ടിട്ടില്ലെന്നാണ് കമ്മീഷൻ പറയുന്നത്. RAB 045228 ആണ് തേജസ്വിയുടെ തിരിച്ചറിയൽ കാർഡ് നമ്പർ എന്നും, എന്നാൽ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കാണിച്ച തിരിച്ചറിയൽ കാർഡിലെ നമ്പർ RAB 291620 ആണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച നോട്ടീസിൽ പറയുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ ഈ നമ്പറിൽ RAB 291620 തിരിച്ചറിയൽ കാർഡ് അനുവദിക്കപ്പെട്ടിട്ടില്ല എന്ന് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ആ തിരിച്ചറിയൽ കാർഡും വിവരങ്ങളും പങ്കുവയ്ക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. വോട്ടർ പട്ടിക പരിഷ്കരണ നടപടിക്ക് ശേഷം പ്രസിദ്ധീകരിച്ച കര വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന് ശനിയാഴ്ചയാണ് തേജസ്വി യാദവ് ആരോപണം ഉന്നയിച്ചത്. ആരോപണത്തിന് തൊട്ടു പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തിന്റെ വിശദാംശങ്ങൾ കാണിക്കുന്ന വോട്ടർ പട്ടികയുടെ ഒരു പകർപ്പ് പുറത്തിറക്കിയിരുന്നു. പട്നയിലെ വെറ്ററിനറി കോളേജിലെ ബൂത്തിൽ തേജസ്വി യാദവിന് വോട്ടുണ്ടെന്നും കമ്മീഷൻ പറഞ്ഞു. മകന്റെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് പണം നൽകാനാകാത്തതിൽ മനംനൊന്ത് പിതാവ് ജീവനൊടുക്കി.
അത്തിക്കയം വടക്കേ ചെരുവിൽ VT ഷിജോ 47 ആണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് മുങ്ങാംപാറ വനത്തിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഷിജോവിന്റെ മകന് ഈറോഡിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശനം ശരിയായിരുന്നു. ഇതിനാവശ്യമായ പണം നൽകാൻ കഴിയാതെ വന്നതോടെയാണ് ഷിജോ ആത്മഹത്യ ചെയ്തതെന്ന് ബന്ധുക്കൾ പറയുന്നു. കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം ത്യാഗരാജന്റെ മകനാണ് ഷിജു. ഷിജോവിന്റെ ഭാര്യ ലേഖ രവീന്ദ്രൻ 12 വർഷമായി നാരായണമൂഴിയിലെ എയ്ഡഡ് സ്കൂളിൽ അധ്യാപികയായിരുന്നു. എന്നാൽ ഇവർക്ക് ശമ്പളം ലഭിച്ചിരുന്നില്ല. ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് മുൻകാല പ്രാബല്യത്തോടെ ശമ്പള കുടിശ്ശിക നൽകാൻ ഉത്തരവിട്ടിരുന്നു. എന്നിട്ടും DEO ഓഫീസിൽ നിന്ന് ശമ്പള രേഖകൾ ശരിയാകാത്തതിനെ തുടർന്ന് ഇവർ വകുപ്പ് മന്ത്രിയെ പലതവണ സമീപിച്ചു. തുടർന്ന് ശമ്പളം നൽകാൻ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും രേഖകൾ ശരിയാക്കി നൽകാൻ നിർദ്ദേശവും ചെയ്തു. എന്നാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതിന് തയ്യാറായില്ല. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി DEO ഓഫീസുമായി ബന്ധപ്പെട്ടെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല എന്നും സാമ്പത്തിക പ്രതിസന്ധി കാരണം മകന്റെ കോളേജ് പ്രവേശനം മുടങ്ങിയതോടെ ഷിജു ജീവനൊടുക്കുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. വിദ്യാഭ്യാസ വകുപ്പിനെതിരെയും ബന്ധുക്കൾ ആരോപണമുന്നയിച്ചു. പോക്സോ കേസുകളിൽ വിചാരണ നേരിടുന്ന 4 തടവുകാർ ഛത്തീസ്ഗഡിലെ കോർബ ജില്ലയിലെ ജയിൽ ചാടി. 19നും 26നും ഇടയിൽ പ്രായമുള്ള തടവുകാർ ജയിലിനുള്ളിലെ പശുത്തൊഴുത്തിന്റെ മതിലിൽ കയറി കയറുപയോഗിച്ച് ചാടിയാണ് രക്ഷപ്പെട്ടത്. ഇവരെ പിടികൂടാനുള്ള ശ്രമം പുരോഗമിക്കുകയാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. ദശരഥ് സിദ്ധാർ 19, ചന്ദ്രശേഖർ റത്തിയ 20, രാജ് കൻവാർ 22, സർണ സിംഗു 26 എന്നീ 4 തടവുകാരാണ് ജയിൽ ചാടിയത്. ഉച്ചകഴിഞ്ഞ് 3 മണിക്കും 4 മണിക്കും ഇടയിൽ ജയിലിനുള്ളിലെ തൊഴുത്തിന്റെ മതിലിൽ കയറി കയർ ഉപയോഗിച്ച് ചാടിയ ശേഷം അവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ബലാത്സംഗ കേസുകളിലെയും പോക്സോ കേസുകളിലെയും വിചാരണ തടവുകാരായിരുന്നു ഇവർ, പോലീസ് പറഞ്ഞു. സംസ്ഥാനത്ത് മഴ കനക്കുന്നത് കണക്കിലെടുത്ത് തലസ്ഥാനത്തുൾപ്പെടെ 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഓറഞ്ച് അലർട്ട് 308/2025 തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം. 408/2025 പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ. 508/2025 പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം. 608/2025 മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. 708/2025 കണ്ണൂർ, കാസർഗോഡ്. മഞ്ഞ അലർട്ട് 308/2025 തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. 408/2025 തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. 508/2025 തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. 608/2025 പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്. 708/2025 മലപ്പുറം, കോഴിക്കോട്, വയനാട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഓഗസ്റ്റ് 7 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ, കൊല്ലം ആലപ്പാട്ട് മുതൽ ഇടവ വരെ, ആലപ്പുഴ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെ ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് വൈകുന്നേരം 5:30 മുതൽ നാളെ രാത്രി 8:30 വരെ 1.5 മുതൽ 1.8 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം പൊളിക്കാൻ നികുതി ഭീഷണിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്ന ബ്രസീൽ, ഇന്ത്യ, ചൈന രാജ്യങ്ങൾക്ക് വൻ നികുതി ചുമത്തുമെന്ന് US നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്ത്യക്ക് 25% നികുതിയും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയില്ലെങ്കിൽ 10% അധിക ചുങ്കം കൂടി ഏർപ്പെടുത്താനാണ് ട്രംപിന്റെ നീക്കം. US നികുതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇന്ത്യൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തി എന്ന് വാർത്ത വന്നെങ്കിലും പിന്നീട് കേന്ദ്ര സർക്കാർ ഈ റിപ്പോർട്ട് നിഷേധിച്ചു. വാർത്തയോട് ട്രംപ് പ്രതികരിച്ച ശേഷമാണ് വാർത്ത ഇന്ത്യ തള്ളിയത്. യുക്രൈൻ യുദ്ധത്തിന് പണമുണ്ടാക്കാൻ റഷ്യ എണ്ണ വ്യാപാരത്തെ ഉപയോഗിക്കുകയാണെന്നാണ് US ആരോപണം. യുക്രൈൻ യുദ്ധത്തിന് പിന്നാലെ റഷ്യയ്ക്ക് ഉപരോധം ശക്തമാക്കിയതോടെ റഷ്യൻ എണ്ണ വാങ്ങാൻ മറ്റു രാജ്യങ്ങൾ തയ്യാറായില്ല.
റഷ്യയുടെ എണ്ണ വിപണിയിൽ കരിനിഴൽ വീണപ്പോഴാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങാൻ തയ്യാറായത്. യുക്രൈൻ യുദ്ധത്തിന് മുൻപ് 0.2% എണ്ണയാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്നത്. യുക്രൈൻ യുദ്ധം തുടങ്ങിയതോടെ പ്രതിസന്ധിയിലായ റഷ്യയുടെ എണ്ണ വലിയ തോതിൽ വാങ്ങി ഇന്ത്യ റഷ്യയെ സഹായിച്ചു. കുറഞ്ഞ നിരക്കിൽ എണ്ണ റഷ്യയിൽ നിന്ന് ഇന്ത്യക്ക് ലഭിക്കാനും തുടങ്ങി. ശീതയുദ്ധം മുതൽ ഇന്ത്യയും റഷ്യയും എല്ലാ രംഗത്തും ബന്ധം ശക്തമാണ്. യുക്രൈൻ യുദ്ധത്തിന് ശേഷം ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന റഷ്യൻ എണ്ണ 41% വർദ്ധിപ്പിച്ചിരുന്നു. ഇറാഖ് 20%, സൗദി അറേബ്യ 11% രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നുണ്ട്. 2023 മെയ് മാസത്തിൽ 21.5 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് ഇന്ത്യ ഒരു ദിവസം റഷ്യയിൽ നിന്ന് വാങ്ങിയിരുന്നത്. G7 യൂറോപ്യൻ ഓസ്ട്രേലിയൻ ക്രൂഡ് ഓയിൽ വില ബാരലിൽ $60 ആയിരിക്കുമ്പോൾ റഷ്യൻ എണ്ണയ്ക്ക് $40 വിലയുള്ളൂ. ഒരു ബാരലിൽ തന്നെ $20 ലാഭവുമുണ്ട്. ഈ ലാഭവും വർഷങ്ങളായുള്ള ബന്ധവും ഉപേക്ഷിച്ച് ട്രംപിന് മുന്നിൽ ഇന്ത്യ വഴങ്ങില്ലെന്നാണ് സൂചന. പാരിപ്പള്ളി: മാതാവിന്റെ കാര്യങ്ങൾ നോക്കാത്ത മകൻ മനുഷ്യനല്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു. 100 വയസ്സായ മാതാവിന് മാസം 2000 രൂപ വീതം ജീവനാംശം നൽകണമെന്ന കൊല്ലം കുടുംബ കേസ് കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത മകൻ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. കൊല്ലം പാരിപ്പള്ളി സ്വദേശിയാണ് കൊല്ലം കുടുംബ കോടതിയുടെ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത്. 92 വയസ്സായ മാതാവിന് മാസം 2000 രൂപ നൽകണമെന്നതായിരുന്നു കുടുംബ കോടതി വിധി. ഇപ്പോൾ മാതാവിന് 100 വയസ്സായി. കോടതി ഉത്തരവ് പാലിക്കാത്ത മകനെതിരെ ജപ്തി നടപടികൾ തുടങ്ങിയപ്പോഴാണ് മകൻ ഹൈക്കോടതിയെ സമീപിച്ചത്. അമ്മയുടെ പിന്നിൽ ഗൂഢതാൽപര്യത്തോടെ മറ്റൊരു സഹോദരനാണെന്നും അതിനാൽ കുടുംബ കോടതി വിധി റദ്ദാക്കണമെന്നതായിരുന്നു ആവശ്യം. വയസ്സായ മാതാവിന് 2000 രൂപ നൽകുന്നത് പോലും ഭാരമായി കരുതുന്ന ഒരു മകൻ അത്തരമൊരു സമൂഹത്തിൽ അംഗമായതിൽ അറ്റേറ്റ് ലജ്ജിക്കുന്നു എന്ന് കോടതി വിമർശിച്ചു. മറ്റു മക്കളുള്ളതിനാൽ ഞാൻ ജീവനാംശം നൽകേണ്ടതില്ല എന്ന വാദവും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ തള്ളി.